ഞാനൊരു കഥ പറയാം. കഴിഞ്ഞ വർഷം IPL ഒരു അടിപൊളി ടീമുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഓപ്പണിംഗ് പെയർ, ഒരു സ്ട്രോങ് മിഡിൽ ഓർഡർ, അടിപൊളി സ്പിന്നേഴ്സ്, പിന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് ടീം. പക്ഷെ എന്തോ ഭാഗ്യക്കേട് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ടീമിനെ കപ്പടിക്കാൻ കഴിഞ്ഞില്ല. ഓപ്ഷൻ വന്നു അടുത്തത്. അവരുടെ ബാറ്റിംഗ് നിരയെ തന്നെ അവർ റിലീസ് ചെയ്ത് കളഞ്ഞു. മെയിൻ ബോളറെ റിലീസ് ചെയ്ത് കളഞ്ഞു. ഫുൾ സ്പിന്നിനെ തന്നെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് കളഞ്ഞു. 14 കോടിക്ക് ഇതുവരെ നേരെ ഒരു അവസരം പോലും കൊടുക്കാത്തൊരു പ്ലെയറിനെ അവർ റീറ്റെയിൻ ചെയ്തു. എന്നിട്ട് ഓപ്ഷനിൽ അവർ കാണിച്ചത് പലരെയും തിരിച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ മോശം ഓപ്ഷൻസ് അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ ആകെ മൊത്തം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ വീക്കായുള്ളൊരു ടീമായിട്ട് മാറി. ഏത് ടീമിനെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കത്തിയിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് നൺ അതർ ദാൻ രാജസ്ഥാൻ റോയൽസ്. ഇനി ഇവരുടെ പോസിബിൾ സ്ട്രോങ്ങസ്റ്റ് 11 നോക്കാം. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ ടു ഓപ്പൺ, നിതീഷ് റാണ at number 3, number 4 റിയാൻ പരാഗ്, number 5 ധ്രുവ് ജുറൽ, number 6 ഷിമ്രോൺ നെറ്റ്മെയർ, number 7 വാനിൻഡു ഹസരംഗ, number 8 ജൊഫ്ര ആർച്ചർ, പിന്നെ സന്ദീപ് ശർമ്മ, ആകാശ് മധുവാൾ, ആൻഡ് number 11 ആയിട്ട് മഹേഷ് തീക്ഷ്ണ. ഇമ്പാക്ട് സബായിട്ട് ഇവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് തുഷാർ ദേശ്പാണ്ഡെ അല്ലെങ്കിൽ ശുഭം ഡൂബെ, ഈ 2 ഓപ്ഷൻസാണ്. സോ ഇതാണ് ഇവരുടെ പോസിബിൾ ബെസ്റ്റ് 11 എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് എത്രത്തോളം വീക്കാണെന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദം ടു ക്വാളിഫൈ ഫോർ ദ പ്ലേ ഓഫ് വിത്ത് ദിസ് 11. വാട്ട് ഡു യു തിങ്ക്? പ്ലീസ് കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ.